വാട്ട് സം ജെൻസി തിങ്സ് ടുഡേ. 2024 കെനിയയിൽ ഒരു സംഭവം ഉണ്ടായി. പോലീസ് ഭീകരമായ വാട്ടർ ക്യാനൻസും ടിയർ ഗ്യാസുമായി പ്രൊട്ടസ്റ്റേഴ്സിനെ നേരിടാൻ വന്നു. പക്ഷെ യങ് പ്രൊട്ടസ്റ്റേഴ്സ് എന്ത് ചെയ്തു? അവർ ഓടിയില്ല, പകരം അവിടെ നിന്ന് ഡാൻസ് ചെയ്തു. ടിക്ടോക്ക് കൊറിയോഗ്രാഫി. ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട്. ആ ഒരൊറ്റ വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ വൈറലായി. ആ മീമുകൾ പോലീസ് ബ്രൂട്ടാലിറ്റിയെ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്തു. ഒടുവിൽ പ്രസിഡന്റ് വില്യം റൂട്ടോ ആ കോൺട്രവേഴ്സിയൽ ഫൈനാൻഷ്യൽ ബിൽ പിൻവലിച്ചു. ഫോർ എ ജെൻസി, ക്യാമറ ഇറ്റ്സെൽഫ് ഈസ് എ പൊളിറ്റിക്കൽ വെപ്പൺ. അതേ വർഷം ബംഗ്ലാദേശിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നു, കർഫ്യൂ പ്രഖ്യാപിക്കുന്നു, മിലിറ്ററി തെരുവിലിറങ്ങുന്നു. പക്ഷെ ജെൻസി സ്മാർട്ട് ഫോണുമായിട്ട് തെരുവിലേക്ക് മാർച്ച് ചെയ്തു. ലീഡിംഗ് പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ കാരിക്കേച്ചർ ചെയ്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്രോളുകൾ നിറച്ചു. ഒടുവിൽ ഓഗസ്റ്റ് 5-ന് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് തലസ്ഥാനമായി ധാക്ക വളഞ്ഞപ്പോ 15 വർഷമായി പവറിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്ത് രാജ്യം വിട്ടു. ലോകം അതിനെ ഫസ്റ്റ് ജെൻസി ലെഡ് റെവല്യൂഷൻ എന്ന് വിളിച്ചു. ഇനി നേപ്പാൾ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു. പൊളിറ്റീഷ്യൻസ് വിചാരിച്ചത് ഇന്റർനെറ്റ് ഓഫ് ആക്കിയ പ്രൊട്ടസ്റ്റ് തീരുന്നു. പക്ഷെ ജെൻസി VPN യൂസ് ചെയ്തു, ലൈവ് സ്ട്രീം തുടർന്നു, വീഡിയോസ് റീമിക്സ് ചെയ്തു, ബാൻ ഇറ്റ്സെൽഫ് മീമാക്കി മാറ്റി. 5 ദിവസത്തിനുള്ളിൽ സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്തു. പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തു, ബാൻ ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ മൊറോക്കോയിൽ ഗവൺമെന്റ് പോളിസി മാറ്റി. ഇപ്പതേ ഇന്ത്യ ഒരു കോർട്ട് ഹിയറിംഗിനിടയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അൺഎംപ്ലോയിഡ് യൂത്തിനെയും സോഷ്യൽ മീഡിയ ക്രിറ്റിക്സിനെയും കോക്രോച്ചസ് ആൻഡ് പാരസൈറ്റ്സ് എന്ന് വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്നു. സാധാരണയായിരുന്നെങ്കിൽ ആളുകൾ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കും അല്ലെങ്കിൽ പ്രസ്താവനയിൽ നിർത്തും. പക്ഷെ നമ്മുടെ ജെൻസി അവർ ആ ഇൻസൾട്ടിനെ അങ്ങ് റീക്ലെയിം ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ അവരൊരു സറ്റാരിക്കൽ പാർട്ടി പ്രഖ്യാപിച്ചു, കോക്രോച്ച് ജനതാ പാർട്ടി. ജസ്റ്റ് ഇമാജിൻ, വിത്തിൻ എ വീക്ക് 10 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തത്. 2.5 കോടിയിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, വിച്ച് ഇസ് വേ മോർ ദാൻ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു ട്രഡീഷണൽ പൊളിറ്റിക്കൽ ലീഡർ ഇല്ലാതെ, ഒരു പാർട്ടി മാനിഫെസ്റ്റോ ഇല്ലാതെ, ഒരു ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസ് പോലും ഇല്ലാതെ, ജസ്റ്റ് എ സ്മാർട്ട് ഫോൺ, എ മീം ആൻഡ് എ വൈറൽ മൊമെന്റ്. ഇത് കോയിൻസിഡൻസ് അല്ല, ഇറ്റ്സ് എ കാൽക്കുലേറ്റഡ് സ്ട്രാറ്റജി. ഇതാണ് ജെൻസിയുടെ പുതിയ പൊളിറ്റിക്കൽ വെപ്പൺ. ജെൻസി എന്തുകൊണ്ട് പ്രതിഷേധിക്കാൻ ഇത്തരം മീമുകളും സറ്റയറും ഉപയോഗിക്കുന്നു? കാരണം ഇന്നത്തെ കാലത്ത് ഒരു സീരിയസ് സ്പീച്ച് ആരും കേൾക്കില്ല, വലിയ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസ് ആരും ഷെയർ ചെയ്യില്ല. പക്ഷെ ഒരു ഫണ്ണി മീം അത് 5 മില്യണിലധികം ആൾക്കാർ കാണും. 100 ഡിഫറെന്റ് വേർഷൻസ് ആയി റീമിക്സ് ചെയ്യപ്പെടും. ഗവൺമെന്റ് റീപ്ലേ ചെയ്യും മുമ്പേ അത് ഹിസ്റ്ററി ആവും. ഇതൊരു ന്യൂ ഐഡിയ ഒന്നും അല്ല കേട്ടോ. 18th സെഞ്ചുറിയിൽ കാരിക്കേച്ചേഴ്സ് ഉണ്ടായിരുന്നു, പങ്ക് മ്യൂസിക് ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ട് കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ജെൻസി ചെയ്തത് ആ സെയിം വെപ്പന് പ്ലാനറ്ററി സ്കെയിൽ കൊടുത്തു, മില്ലി സെക്കൻഡ് സ്പീഡ് കൊടുത്തു. Satire is not a joke, satire is a strategy. ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ പറയട്ടെ. നേപ്പാളിലും മൊറോക്കോയിലും മഡഗാസ്കറിലും ഫിലിപ്പീൻസിലും പ്രൊട്ടസ്റ്റേഴ്സ് ഒരേ ഫ്ലാഗ് റേസ് ചെയ്തു. 1 പീസ് അനീമിൽ നിന്നുള്ള ബ്ലാക്ക് ഫ്ലാഗ്. ഒരു കോർഡിനേഷനും ഇല്ലാതെ, ഒരു ഇൻസ്ട്രക്ഷനും ഇല്ലാതെ. കാരണം കാഠ്മണ്ഡുവിലെ ഒരു 20 വയസ്സുകാരനും കാസബ്ലാങ്കയിലെ ഒരു 22 വയസ്സുകാരിക്കും ഡൽഹിയിലെ ഒരു കോളേജ് സ്റ്റുഡൻസിനും ഒരേ മീമുകളും റീൽസും അറിയാം. അവർ ഒരേ അനീം കണ്ടിട്ടുണ്ട്, ഒരേ ഇന്റർനെറ്റിലാണ് വളർന്നത്. അതാണ് ഈ ജനറേഷന്റെ പവർ. പൊളിറ്റിക്സ് അല്ല, കൾച്ചറാണ് അവരെ കണക്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബൽ യൂത്ത് കൾച്ചർ ഇത്രയും വലിയൊരു റിയൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ മീം ഒരു ജോക്ക് മാത്രമല്ല, സറ്റയർ വെറും ഒരു കോമഡി മാത്രമല്ല, ഷെയർ ബട്ടൺ പോലും ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ആകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഇനി ആരെങ്കിലും ഈ മീമൊക്കെ വരും ടൈം വേസ്റ്റ് അല്ലേ എന്നെങ്ങാനും പറഞ്ഞാൽ ജസ്റ്റ് മേക്ക് ദം റിമെമ്പർ, ബംഗ്ലാദേശിൽ ഒരു ഹാഷ്ടാഗ് ഒരു റിവല്യൂഷൻ ആയി മാറി. കെനിയയിൽ ഒരു ഡാൻസ് വീഡിയോ ഒരു ലോ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഇന്ത്യയിൽ ഒരു പ്രൊട്ടസ്റ്റ് സിംബലായി കോക്രോച്ചസ് മാറി. എ ഹോൾ ജനറേഷൻ ഈസ് ചേഞ്ചിങ് ദ വേൾഡ് വിത്ത് എ സ്മൈൽ ഓൺ ദെയർ ഫേസ് ആൻഡ് എ ഫോൺ ഇൻ ദെയർ ഹാൻഡ്സ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?